ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ബിൽഡിങ്ങിലെ ദിവാലി സെലിബ്രേഷൻ പ്രമാണിച്ച് ഞങ്ങൾ ചെയ്ത ഒരുക്കങ്ങളും നമ്മളെ ബിൽഡിങ്ങിനെ അവർ അലങ്കരിച്ചേക്കുന്നതൊക്കെയാണ്. അപ്പോൾ ദിവാലിക്ക് 2-3 ദിവസം മുന്നേ തന്നെ നമ്മൾ ലൈറ്റൊക്കെ എടുത്ത് എല്ലാം വർക്ക് ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കി. കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് എന്തോ ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് നമ്മൾ പൊടി തട്ടിയെല്ലാം എടുക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസിൻ്റെ ആ ഒരു ഏരിയയിലും പിന്നെ നമ്മുടെ ബാൽക്കണിയിലും ലൈറ്റ് ഇട്ടു. എല്ലാ വീട്ടുകാരും ഈ ഒരു ടൈമിൽ തന്നെയാണ് ഇട്ട് തുടങ്ങണേ, ദിവാലിക്കൊരു 2 ദിവസം മുന്നേ. പിന്നെ കേരളത്തിലെ പോലെയല്ല, കേരളത്തിന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 2 ദിവസമാണ് ദിവാലി പ്രോപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്യണേ. ചെറിയ ദീപാവലിയും വലിയ ദീപാവലിയും അങ്ങനെ. നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ചോട്ടി ദീപാവലി, ബഡി ദീപാവലി അങ്ങനെ. അപ്പോൾ ഈ 2 ദിവസം കൂടാതെ അതിന് 2 ദിവസം മുന്നേ നമ്മൾ ലൈറ്റ് ഇട്ട് തുടങ്ങും. നമ്മൾ ക്രിസ്മസ് ലൈറ്റ്സും ദിവാലി ലൈറ്റ്സും എല്ലാം ഹാങ് ചെയ്തു. പിന്നെ ദിവാലിയുടെ 2 ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് ചെരാതൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച്, കൂടാതെ നമ്മുടെ ലൈറ്റ് കൊണ്ടുവന്ന് ഇത്തവണ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങളുടെ അറേഞ്ച്മെൻറ്റ് സ്വയം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ദീപാവലി വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ താഴെ ബിൽഡിങ്ങിൽ കമ്പിത്തിരി കത്തിക്കൽ അങ്ങനെയുള്ള പരിപാടികളെല്ലാം കുറേ ഉണ്ടായിരുന്നു. അവരുടെ പൂത്തിരി വന്ന് നമ്മുടെ ബാൽക്കണിയിലാണ് പൊട്ടിയത്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ദിവാലി സെലിബ്രേറ്റ് ചെയ്യുന്ന അതുപോലെയുള്ള ഫങ്ഷൻസൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സെലിബ്രേഷനൊക്കെ നല്ലതാണ്, ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ചെയ്യാൻ. കാരണം നമ്മളുടെ ഒരു അശ്രദ്ധ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. നമ്മുടെ ബാൽക്കണിയിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ വന്ന് പൊട്ടിയപ്പം ഭാഗ്യത്തിന് ഞങ്ങളാരും പുറത്തുണ്ടായിരുന്നില്ല. നോർമലി ആ ഒരു സമയത്ത് എല്ലാ വീട്ടിലെ ലൈറ്റ്സും സെലിബ്രേഷനൊക്കെ കാണാൻ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണത്. അന്നെന്തോ ഭാഗ്യത്തിന് TV കണ്ടിരുന്നത് കൊണ്ട് നമുക്ക് അപകടമൊന്നും പറ്റിയില്ല. ആഘോഷമൊന്നും വേണ്ടെന്നല്ല, നമ്മളുടെ അശ്രദ്ധ ബാക്കിയുള്ളവർക്കും നമ്മൾക്കും ബുദ്ധിമുട്ടാവാതിരിക്കാൻ നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ദീപാവലിയെ പറ്റി പറയാനായിട്ട്. പിന്നെ ദസറ സെലിബ്രേഷനോട് തൊട്ട് ചേർന്നാണ് ഇത്തവണ ദീപാവലി വന്നത്. അപ്പോൾ അത് കാരണം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഭയങ്കര ഒരു ജോളി ഹാപ്പി മൂഡായിരുന്നു. നമ്മുടെ ബിൽഡിങ്ങിലാണെങ്കിലും ദസറ രാവൺ ബേൺ ചെയ്യുന്ന സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ദീപാവലി സെലിബ്രേഷൻ. പിന്നെ സ്വീറ്റ്സ് ഞങ്ങൾ പായസമാണ് ഞാൻ ഉണ്ടാക്കിയത്. താഴെ പോയി കമ്പിത്തിരി കത്തിക്കൽ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ പോയില്ല. കാരണം കഴിഞ്ഞ കൊല്ലം ദീപാവലി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആസ്മ പോലെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയും കൂടി ഇരിക്കുന്ന കാരണം ഭയങ്കര ഫ്യൂംസ് ഒന്നും അടിക്കണ്ടെന്ന് വിചാരിച്ച് താഴെ കമ്പിത്തിരി കത്തിക്കാനൊന്നും പോയില്ല. നോർമലി ഞങ്ങൾ അതിനും കൂടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ദീപാവലി സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങളും. ഇപ്പോൾ കാണുന്നതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. ഇത്തവണ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞാൽ ഇത്രയും ഗ്രാൻഡായിട്ടായിരുന്നില്ല ആക്ച്വലി സെലിബ്രേഷൻ. ഇക്കൊല്ലം പക്ഷെ ഭയങ്കര ഭംഗിയിലാണ്. ഇത് ഇപ്പോഴെങ്ങും അഴിക്കില്ല. കന്നഡ രാജ്യോത്സവ സെലിബ്രേഷനും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അഴിക്കുകയുള്ളൂ. അപ്പോൾ രാത്രി നടക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയായി. ഇപ്പോൾ ആണെങ്കിൽ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ആ ഒരു ലൈറ്റും മഞ്ഞും അതിൻ്റെ കൂടെ ഈ ലൈറ്റ് ഇലൂമിനേഷനും ബിൽഡിങ്ങും എല്ലാം കൂടെ ഭയങ്കര നല്ലൊരു ഫീലിംഗാണ് രാത്രി ഇതുവഴി ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് കിട്ടണത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി കുറച്ച് ഷോർട്സൊക്കെ കണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഹാപ്പി കേരളപ്പിറവി, ഹാപ്പി കന്നഡ രാജ്യോത്സവ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.